ഹായ്, അങ്ങനെ വീണ്ടും നമ്മൾ കൽപ്പനിയിലെ ഒരു റൗണ്ടിങ് ആണ്. ഇത് നമ്മൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് പോലെയുള്ള സ്ഥലത്ത് പോയി ചായ കുടിക്കാൻ പോയതാണ് ഒരു ഈവനിങ്ങിൽ. അവിടെ നല്ല വൈബാണ്, ഫുൾ ഒരു സ്ഥലം ആണ്. ഈവനിങ്ങിലൊക്കെ ഇവിടെ നല്ല കാറ്റ്, കടൽക്കാറ്റിട്ട് ചായ കുടിക്കാനായിട്ട് നല്ല സുഖമാണ്. നല്ല ക്ലൈമറ്റും കൂടിയാണ്. ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. കുറച്ച് ചെറിയ സ്ഥലങ്ങളും പുറത്തിട്ട് ഉണ്ട്. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. ഇതാണ് അവിടുത്തെ ചെറിയ ടീ ഷോപ്പ്. അതിൻ്റെ ഉള്ളിൽ അവിടെയാണ് നമ്മുടെ ഈ തമ്പുരാനിൽ കാണുന്ന കൽപ്പനി എന്നുള്ള ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് നല്ല ഒരു ചായ കുടിയും കഴിഞ്ഞ് അവിടുത്തെ കൊച്ചു വർത്താനങ്ങളെല്ലാം പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ ഉൾവശത്തെ കാഴ്ചകളാണ്. റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ടിവിയും ഫ്രിഡ്ജും AC എല്ലാ സാധനങ്ങളും ഉണ്ട്. അലമാര എല്ലാം ഉണ്ട്. നല്ല ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ റൂം. ഇത് അവിടുത്തെ ഒരു ചൂരമീൻ വാങ്ങാൻ നമ്മൾ പോയിരുന്നു. ചൂരമീനെല്ലാം അവിടെ നല്ല ലൊക്കേഷനാണ്. വണ്ടി അടിക്കോ? വണ്ടി അടിക്കും. അടുത്ത കട്ടോപ്പാ. ഇത് ഈ ലീഗിൻ്റെ ലാസ്റ്റ് അതുപോലെ ലക്ഷദ്വീപിലെ ഒരു റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ാണ് ഇത് അവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പ് നോർത്ത് ടിക് ബീച്ച്. ആളെനാട് കൊണ്ടാക്കിയ കുഴപ്പമില്ല. വൈറ്റ് സാൻഡ്. വാ പടിയായിട്ട് എടുക്കാം. ഇതാണ് ഇവിടുത്തെ ബീച്ച് ലെവലിൽ വരുന്നത്. താഴോട്ട് ഇറങ്ങി അവിടെയാണ്. ഇവിടെ ഫുൾ വൈറ്റ് സാൻഡ്. വൈറ്റ് സാൻഡ് കൂടുതലായിട്ടുള്ള ഏരിയയാണ്.
ഓമോ ഇതാ നമ്മുടെ പോയാലപ്പുറത്തെ ഒരു ചെറിയ ഓ കണക്ട് നടന്നു പോകാൻ പറ്റണം ചെറിയാൻ ദ്വീപ്. ചെറിയേട്ടൻ ദ്വീപ്. ചെറിയ ചെറിയേട്ടൻ ദ്വീപ്. അത്രയും മതി. അല്ല അവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. മറ്റേ വൈറ്റ് സാൻഡ് ഹായ് എന്താ അവിടെ ഇപ്പം എടുക്കുന്നു? ഇവിടെ ഈവനിങ്ങളിൽ ഇവിടെ വരുന്ന ഗസ്റ്റുകളും പിന്നെ അവിടുത്തെ നാട്ടുകാരും എല്ലാം സൊറ പറഞ്ഞിരിക്കാനും ഇങ്ങനെ നടന്നു പോയാൽ നമ്മൾ ചെറിയേട്ടൻ ദ്വീപിലെത്തും. ചെറിയാൻ ദ്വീപ്. ചെറിയ സാൻഡിൻ്റെ ആ ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ ഒരു നല്ല ഏരിയ നല്ല വൈറ്റ് സാൻഡാണ് ഇവിടെ കേട്ടോ. ഇട്ടിട്ടുണ്ട്. പുളി വൈബാണ്. പുളി വൈബ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസുകൾ. നല്ലൊരു സീനറി കൂടിയാണ്. ഇത് അവിടുത്തെ ഒരു നൈറ്റിലെ ഒരു കാഴ്ചയാണ്. നൈറ്റിലും ആൾക്കാരവിടെ തന്നെയാണ് രാത്രിയിലും. അതിനുശേഷം നമ്മൾ വീണ്ടും രാത്രി തിരിച്ച് റൂമിലെത്തി റെസ്റ്റ് എടുത്തു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ സ്കൂബയ്ക്ക് പോയപ്പോൾ ഇത് അവിടെയുള്ള സെൻറ്ററിൽ ഉണ്ടാക്കി വെച്ച ആമയും പിന്നെ സ്കൂബ ചെയ്യുന്നതിനുള്ള നമ്മുടെ ഗ്യാസ് കുറ്റികളാണ്, സിലിണ്ടറുകൾ. പിന്നെ ഇതവിടെ അവരുടെ ഫ്രണ്ടിൽ ചെയ്തു വെച്ച ഒരു വർക്കാണ്. ഇത് നമ്മുടെ ബാഗാണ് പുറത്തിടുന്ന. ഇതാ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. സ്കൂബ ചെയ്യാനായിട്ട് കരയിൽ അതിനൊരു പ്രത്യേക ഏരിയയുണ്ട്. അവിടെയാണ് ഇത് ചെയ്യുന്നത്. മാറി അതിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ആഴമുണ്ട്. നല്ല ഏരിയയാണ്. ഇത് നമ്മുടെ സ്കൂബയുടെ ആക്ടിവിറ്റി സാധനങ്ങളാണ്. ലൈഫ് ജാക്കറ്റ്, ഇത് അതിൽ ഗ്യാസ് നിറയ്ക്കുന്നതാണ്, ഓക്സിജൻ. ഇതെല്ലാം അവരുടെ റൂമിലെ ടൂൾസുകളാണ്. സ്റ്റോർ റൂമാണ് ഇത്. നമുക്ക് വേണ്ടി സ്കൂബ ചെയ്തത് 7C എന്ന് പറയുന്ന
ഒരു ടീമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിനാണ് അവർ ചെയ്യുന്നത്. ഇത് മീനെ കുത്തിപ്പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂൾസാണ്. അടിപൊളിയായിട്ട് നമ്മൾ സ്കൂബ ചെയ്ത് വന്ന് വീണ്ടും നമ്മൾ കരയിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അവിടുത്തെ ഒരു വിറ്റാണ് ഇത്. ഇത് നമ്മളുടെ ലക്ഷദ്വീപിലെ കുട്ടിപ്പട്ടാളമാണ്. ഇതെല്ലാം അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളാണ്. അവർക്കൊക്കെ നല്ല ഒറ്റ ദിവസം കൊണ്ട് അവർ നമ്മുടെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് കൂടി പെരുമാറുന്നതും നമ്മളുടെ ആയിട്ട് കളിക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും അവർ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്യാനെല്ലാം നമ്മളെ ഒരു വെൽക്കമിങ് ചെയ്ത് നമ്മളൊപ്പം നിൽക്കുന്ന കുട്ടികളാണ് അവർ. നല്ല നേരം പോക്കാണ് അവരുടെ കാര്യങ്ങളെല്ലാം കണ്ട്. അവരുടെ നീരാട്ടാണ് ഇത്. അതിലുള്ള നീരാട്ടാണ്. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ലക്ഷദ്വീപ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം.